കോൺഗ്രസിനെതിരെ ബി.ജെ.പി. കോൺഗ്രസ് ചൈന ബന്ധമാണ് സാം പിത്രോദയുടെ പ്രസ്താവനയുടെ തെളിഞ്ഞിരിക്കുന്നത്. സാം പിത്രോദ പറഞ്ഞത് ഇന്ത്യക്കെതിരായ ആക്രമണമാണ് എന്നതാണ് ബി.ജെ.പിയുടെ പ്രതികരണം. രാഹുൽ ഗാന്ധിയും ചൈനയ്ക്ക് അനുകൂലമായി പ്രസ്താവന നടത്തിയിട്ടുണ്ട് എന്ന് ബി.ജെ.പി നേതാവ് സുധാൻഷു ത്രിവേദി ആരോപിക്കുന്നു. ചൈനയെ ശത്രുവായി പരിഗണിക്കുന്നത് അവസാനിപ്പിച്ച് എല്ലാവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നായിരുന്നു സാം പിത്രോദയുടെ പ്രസ്താവന. അനൂപ് ദാസ് വിവരങ്ങളുമായുണ്ട്. അനൂപ്, ഈ വിഷയത്തിൽ കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക്, വിവാദങ്ങളിലേക്ക് കടക്കുകയാണോ? എത്രത്തോളം രൂക്ഷമായ ഭാഷയിലാണ് കോൺഗ്രസിനെതിരെ ഇപ്പോൾ ഭരണപക്ഷം രംഗത്ത് വരുന്നത്? അതിശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ആക്ഷേപം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് ഉന്നയിച്ചതാണ്. അപ്പോഴാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാഴ്ചയുള്ള ഒരു പ്രസ്താവന സാം പിത്രോദയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഈ ഒരു പ്രസ്താവനയിലൂടെ കോൺഗ്രസും ചൈനയും തമ്മിലുള്ള ബന്ധം വ്യക്തമായി എന്ന് ബി.ജെ.പി. പറയുമ്പോൾ സാം പിത്രോദയുടെ പ്രസ്താവനയെ തള്ളി കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ചൈനയുമായി ബന്ധപ്പെട്ട് പിത്രോദ പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിന്റെ അഭിപ്രായമല്ല എന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വ്യക്തമാക്കിയിരിക്കുന്നു. വിദേശ നയം, സുരക്ഷ, സാമ്പത്തികം എന്നിവയിൽ നമ്മുടെ രാജ്യത്തിന് വെല്ലുവിളിയായി ചൈന തുടരുന്നുവെന്നും, എന്നാൽ 2020 ജൂലൈ മാസം 20-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചൈനയ്ക്ക് പരസ്യമായി ക്ലീൻ ചിറ്റ് നൽകിയത് എന്ന് ജയറാം രമേശ് ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ട്വിറ്ററിൽ പറഞ്ഞിട്ടുണ്ട്, എക്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ പിത്രോദയുടെ പ്രസ്താവന ബി.ജെ.പി. ആയുധമാക്കുകയും കോൺഗ്രസ് ഒരു പ്രതിരോധത്തിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ പിത്രോദയെ തള്ളി രംഗത്ത് വന്നതോടുകൂടി ആ പ്രസ്താവനയിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് കോൺഗ്രസ് പറയുകയാണ്. ശരി, അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.